നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സില ദിലീപ്. ആദ്യം പ്രധാന വാർത്തകൾ. വെങ്ങണശ്ശേരി അഡാപ്റ്റ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ വേനൽക്കാല ക്യാമ്പ് ചങ്ങാത്തകളരി ആരംഭിച്ചു. തൃശൂർ പൂരത്തിന്റെ വർണ്ണാഭ വിളിച്ചോതുന്ന ചമയ പ്രദർശനത്തിന് തുടക്കമായി. തിരുവമ്പാടി വിഭാഗത്തിന്റെ പ്രദർശനം മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. പാർട്ടി ചിഹ്നം നിലനിർത്താനായി മത്സരിക്കുന്ന CPM-ന് പാർലമെന്റ് തിരഞ്ഞെടുപ്പോടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചിഹ്നം നഷ്ടപ്പെടുമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കോട്ടത്തിൽ. വാർത്തകൾ വിശദമായി. വെങ്ങണശ്ശേരി അഡാപ്റ്റ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ വേനൽക്കാല ക്യാമ്പ് ചങ്ങാത്തകളരി ആരംഭിച്ചു. ക്യാമ്പ് സിനിമാ താരം സുനിൽ സുഗത ഉദ്ഘാടനം ചെയ്തു. ഇങ്ങനത്തെ ഒരു സ്ഥലം ഉണ്ടാക്കാന്നുള്ളത് അത് ഈ നിലയ്ക്ക് എത്തിയപ്പോൾ ഒരു തൊഴിൽ കെട്ടിടവും അതിനെ സംബന്ധിച്ച സജ്ജീകരണങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ അതിന്റെ പിന്നിൽ നമ്മൾ കാണുന്ന സണ്ണിയും സജിത്തും ചേട്ടനൊക്കെ അല്ലാതെ ഒരുപാട് നല്ല മനസ്സുകളുടെ പ്രവർത്തനം ഉണ്ടെന്ന് എനിക്കറിയാം. ഓക്കെ, അപ്പോൾ എപ്പോഴും ഇങ്ങനത്തെ കുട്ടികളുമായിട്ട് സംവദിക്കാനും അവരുമായിട്ട് പല കാര്യങ്ങളിലും ഒക്കെ വർക്ക് ചെയ്യാനൊക്കെ എനിക്ക് അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനത്തെ കുട്ടികളുമായിട്ട് കലാപരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അവരുമായിട്ട് നാടകങ്ങൾ കളിച്ചിട്ടുണ്ട്, ഒരു ക്യാമ്പുകളിൽ പങ്കെടുത്തിട്ടുണ്ട്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, മാഷ് പറഞ്ഞ പോലെ വ്യത്യസ്തമായ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തൊരു പുഷ്പമാണ്, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തൊരു ഗന്ധമാണ്, സുഗന്ധമാണ് അവരെ മനസ്സിലാക്കി. അതിനെ അവരെത്രത്തോളം നമ്മൾ അവരുടെക്ക് ഇറങ്ങിച്ചെന്ന് അവരെ കൂടി നമ്മുടെ ഒരു ഭാഗമാക്കാൻ ശ്രമിക്കുന്നതിനാണ് കാര്യം. അപ്പോൾ അത്തരം ഒരു ശ്രമങ്ങളുടെ ഭാഗമായിട്ട് എനിക്കറിയാം ഇതിപ്പോ ഒരു മുൻധാരണകളോ മുൻ മാതൃകകളോ ഇല്ലാത്തൊരു ഒരു പ്രവർത്തനങ്ങൾ കൂടിയാവും അഡാപ്റ്റ് പലപ്പോഴും കടന്നുപോയി. സെക്രട്ടറി പന്തളം N. സജിത് കുമാർ, പ്രസിഡന്റ് AV സണ്ണി, വൈസ് പ്രസിഡന്റ് AM വക്കച്ചൻ, എഴുത്തുകാരൻ K. അരവിന്ദാക്ഷൻ എന്നിവർ സംസാരിച്ചു. ഇവിടെയുള്ള ഒരു അന്തരീക്ഷത്തിൽ, പ്രകൃതിയുടെ അന്തരീക്ഷം, സാംസ്കാരിക അന്തരീക്ഷം, ആളുകളായിട്ടുള്ള പരിചയം, അതിൽ നിന്നൊക്കെ തന്നെയാണ് എനിക്ക് എഴുതാനൊക്കെ പ്രചോദനം ഉണ്ടായിട്ടുള്ളത്. ഞാനിവിടെ നിൽക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ ഒരു ആശയം ലോകത്ത് പല ആളുകളുടെ കയ്യിലുണ്ട്. നടന്നു പോകുന്ന ആൾക്കാരായാലും സ്വപ്നം കാണുന്ന ആളുകളുടെ കയ്യിലൊക്കെ ഒരുപാട് ആയിരക്കണക്കിന് ആശയങ്ങളുണ്ടാവും. ഒരു ആശയം എടുത്ത് അത് പ്രാവർത്തികമാക്കി കല്ലിലും കോൺക്രീറ്റിലും ഒക്കെ നിർമ്മിച്ച് അതിന് ജീവൻ വെപ്പിച്ച് അതിനെ സമൂഹത്തിൻ്റെ ഭാഗമാക്കി വ്യക്തികളെ അല്ലെങ്കിൽ അത് ആവശ്യപ്പെടുന്നവരിലേക്ക് അത് എത്തിക്കുക എന്നുള്ളത് വലിയ ക്ലേശകരമായ പ്രവൃത്തിയാണ്. സണ്ണിയെപ്പോലുള്ളവരെ സണ്ണിയുടെ കൂടെ ക്യാമ്പ് ഏപ്രിൽ 30-ന് സമാപിക്കും. തൃശൂർ പൂരത്തിന്റെ വർണ്ണാഭ വിളിച്ചോതുന്ന ചമയ പ്രദർശനത്തിന് തുടക്കമായി. തിരുവമ്പാടി വിഭാഗത്തിന്റെ പ്രദർശനം മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. തിരക്ക് പരിഗണിച്ച വ്യാഴാഴ്ച വരെയും പ്രദർശനമുണ്ടാകും. നെറ്റിപ്പട്ടങ്ങൾ, കച്ചക്കയർ, കുടമണി, പല നിറത്തിലുള്ള മുത്തുകൾ പിടിപ്പിച്ച ചുറ്റുകയർ തുടങ്ങി പൂരത്തിൽ എഴുന്നള്ളിക്കുന്ന ആനകളുടെ അലങ്കാരങ്ങളും കുടമാറ്റത്തിനുള്ള കുറച്ചു കുടകളും അടങ്ങിയതാണ് ചമയ പ്രദർശനം. സാമൂഹ്യനീതിക്ക് വേണ്ടിയുള്ള ഐതിഹാസിക പോരാട്ടങ്ങളാണ് ഇന്ത്യൻ ഭരണഘടനയെ രൂപപ്പെടുത്തിയതെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ജ്യോതിവാസ് പറവൂർ. ഡോക്ടർ BR അംബേദ്കർ ജയന്തിയോടനുബന്ധിച്ച് വെൽഫെയർ പാർട്ടി തൃപ്രയാറിൽ സംഘടിപ്പിച്ച ഭരണഘടനാ സംരക്ഷണ സദസ്സ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പിന്നോക്ക ജനതയുടെ ഉന്നമനത്തിനായി ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന അവകാശങ്ങൾ അത്ഭുതകരമാണ്. ഉന്നതമായ ദീർഘവീക്ഷണത്തോടെ രൂപം കൊണ്ട ഭരണഘടനയുടെ ഗുണവശങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിൽ രാജ്യം ഭരിച്ച ഭരണകൂടങ്ങൾ പരാജയമായിരുന്നുവെന്നതിന് കഴിഞ്ഞ കാലങ്ങൾ സാക്ഷിയാണ്.
സമത്വവും സഹോദര്യവും അടിസ്ഥാനാശയമാകുന്ന ഭരണഘടന നിലനിൽക്കുന്ന രാജ്യത്ത് വെറുപ്പും വിദ്വേഷവുമാണ് ഇന്ന് വിതരണം ചെയ്യപ്പെടുന്നത്. വർഗീയ ഫാസിസ്റ്റുകൾ നഗ്നമായ ഭരണഘടനാ ലംഘനങ്ങൾ പാർലമെന്റിൽ പോലും നടത്തിക്കൊണ്ടിരിക്കുന്ന കാലത്ത് ഭരണഘടനയുടെ സംരക്ഷണം ജനാധിപത്യ പോരാട്ടത്തിന്റെ ഭാഗമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഭരണഘടന ഉറപ്പു നൽകുന്ന പൗരന്മാരുടെ അവകാശങ്ങളെയും ഒക്കെ സമഗ്രമായി ചർച്ച ചെയ്യുവാൻ വെൽഫെയർ പാർട്ടി തയ്യാറാവുന്നത്. നമുക്കറിയാം, ഡോക്ടർ ബി.ആർ. അംബേദ്കറെ നമ്മൾ ഓർക്കുമ്പോൾ അദ്ദേഹത്തിനെ സവിശേഷമായി അദ്ദേഹത്തെ പല വിധത്തിൽ നമുക്ക് വേണമെങ്കിൽ മനസ്സിലാക്കാം. അദ്ദേഹത്തിനെ ഒരു പ്രശസ്തനായ മതചിന്തകനായി നമുക്ക് വേണമെങ്കിൽ ചരിത്രത്തിൽ വായിച്ചെടുക്കാൻ കഴിയും. അതുപോലെ തന്നെ ലോകത്തെ അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ വിമോചനത്തിന് വേണ്ടി പണിയെടുത്ത അവകാശ പോരാളിയായി ചരിത്രത്തിൽ അദ്ദേഹം നടത്തിയ സേവനങ്ങളെയും പോരാട്ടങ്ങളെയും പഠിക്കുമ്പോൾ നമുക്ക് അദ്ദേഹത്തെ ഒരു മനുഷ്യാവകാശ പോരാളിയായി നമുക്ക് വേണമെങ്കിൽ അദ്ദേഹത്തെ മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തെ ഉന്നതമായ ഒരു രാഷ്ട്രീയ ചിന്തകനായി നമുക്ക് പലപ്പോഴും അംബേദ്കറെ വായിക്കുമ്പോൾ നമുക്ക് അദ്ദേഹത്തെ ഒരു മഹത്തായ രാഷ്ട്രീയ ചിന്തകനായി. വെൽഫെയർ പാർട്ടി സംസ്ഥാന സെക്രട്ടറി മിർഷാദ് റഹ്മാൻ അധ്യക്ഷത വഹിച്ചു. എഴുത്തുകാരനും ചിന്തകനുമായ ഡോക്ടർ എ കെ വാസു മുഖ്യപ്രഭാഷണം നടത്തി. പഠന മഹാസഭാ പ്രതിനിധി സി കെ മണികണ്ഠൻ, അഡ്വക്കേറ്റ് പ്രദീപ് ചാലക്കുടി, വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് എം കെ ആസ്ലം, ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ എസ് നിസാർ, സെക്രട്ടറി സരസ്വതി വലപ്പാട്, കെ എസ് ഉമൈറ, ഗഫൂർ എന്നിവർ സംസാരിച്ചു. പാർലമെന്റ് തെരഞ്ഞെടുപ്പോടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചിഹ്നം നഷ്ടപ്പെടുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ. പാർട്ടി ചിഹ്നം നിലനിർത്താനായി മത്സരിക്കുന്ന CPM-നെ പാർലമെന്റ് തെരഞ്ഞെടുപ്പോടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചിഹ്നം നഷ്ടപ്പെടുമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ അഭിപ്രായപ്പെട്ടു. പക്ഷേ ചോദിച്ചോട്ടെ, ഈ നാട്ടിൽ പാർട്ടികൾക്ക് എന്തിനാണ് ചിഹ്നം? തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനല്ലേ? അപ്പൊ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ, ഈ തെരഞ്ഞെടുപ്പിൽ കൂടി BJP ജയിച്ചാൽ ഈ രാജ്യത്തെ അവസാനത്തെ തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ്. പിന്നെ ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾക്ക് പ്രാധാന്യമുണ്ടോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് ആദ്യം ഞങ്ങൾ ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് ഒന്ന് നിലനിർത്തട്ടെ. ഞങ്ങൾ ഈ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നിലനിർത്തിയതിനു ശേഷം നിങ്ങളുടെ ചിഹ്നം നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം. തമിഴ്നാട്ടിൽ ഞങ്ങൾ സഹായിക്കുന്നില്ലേ? രാജസ്ഥാനിൽ ഞങ്ങൾ സഹായിക്കുന്നില്ലേ? അതുപോലെ നിങ്ങളുടെ ചിഹ്നം നിലനിർത്താൻ ഞങ്ങൾ സഹായിക്കാം. പക്ഷേ ആദ്യം ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള പോരാട്ടം ഞങ്ങൾ നടത്തട്ടെ. രമ്യ ഹരിദാസിന്റെ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണ ജാഥയുടെ ഉദ്ഘാടനം നിർവഹിച്ച് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. വടക്കാഞ്ചേരി നിയോജക മണ്ഡലം തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ കെ അജിത് കുമാർ അധ്യക്ഷത വഹിച്ചു. കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് CV കുര്യാക്കോസ്, KPCC സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത്, UDF നിയോജക മണ്ഡലം ചെയർമാൻ NA സാബു, ജിജോ കുര്യൻ, NR സതീശൻ, സെലക്ട് മുഹമ്മദ്, PG ജയദീപ, അഡ്വക്കേറ്റ് മനോജ് ചിറ്റിലപ്പള്ളി, PN വൈശാഖ, CH ഹരീഷ്, KT ജോയ് എന്നിവർ സംസാരിച്ചു. നമുക്ക് നല്ലൊരു സമരിയക്കാരൻ വീരുന്നു വന്നുവല്ലോ, അവൻ പകരുന്നു പുഞ്ചിരി. ഇനി നമുക്ക് നല്ല സമരിയക്കാരൻ വീരുന്നു വന്നുവല്ലോ. ശ്രീ ഗോകുലം പബ്ലിക് സ്കൂളിൽ വേനലവധി ക്യാമ്പ് പുനരാരംഭിച്ചു. ഫുട്ബോൾ, ഷട്ടിൽ, ത്രോബോൾ, ബാസ്കറ്റ്ബോൾ, ക്യാരംസ്, കർണാട്ടിക് മ്യൂസിക്, ഹാൻഡ്ബോൾ, കിഡ്സ് അത്ലറ്റിക്സ് എന്നീ ഇനങ്ങളിലാണ് പ്രാക്ടീസ് കൊടുക്കുന്നത്. കൂടാതെ വിദ്യാർത്ഥികളുടെ ഭാഷാ പരിജ്ഞാനം വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി ലാംഗ്വേജ് ക്ലബ്ബുകളും പ്രവർത്തിക്കുന്നു. വിദഗ്ധരായ കോച്ചുകളെ ഉൾപ്പെടുത്തിയാണ് ക്യാമ്പ് പുരോഗമിക്കുന്നത്. സ്കൂൾ പ്രിൻസിപ്പൽ KR അഭിലാഷ്, കറസ്പോണ്ടന്റ് ധനജ സലീഷ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഷീജ ബോസ് എന്നിവർ വേനലവധി ക്ലാസുകൾക്ക് നേതൃത്വം നൽകുന്നു. വരാക്കര പയ്യാക്കരയിൽ അയൽവാസികൾ തമ്മിലുണ്ടായ തർക്കത്തിനിടെ യുവാവിന് കുത്തേറ്റു. പയ്യാക്കര തറയിൽ ജോയിയുടെ മകൻ 39 വയസ്സുള്ള ജസ്റ്റിനാണ് കുത്തേറ്റത്. ചൊവ്വാഴ്ച രാത്രി 10:30 പയ്യാക്കരയിൽ വെച്ചായിരുന്നു സംഭവം. വലതു കൈത്തണ്ടയ്ക്കും മുഖത്തും കുത്തേറ്റ ജസ്റ്റിനെ മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരിക്ക് സാരമുള്ളതല്ല. അയൽവാസിയായ വരാക്കര കാപ്പാനി വീട്ടിൽ ലിജുവാണ് കുത്തിയതെന്ന് പോലീസ് പറഞ്ഞു. ഇവർ തമ്മിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു. മദ്യലഹരിയിലെത്തിയ ലിജോ വാക്കുതർക്കത്തിനിടെ ജസ്റ്റിനെ കത്തിയെടുത്ത് കുത്തുകയായിരുന്നു. സംഭവശേഷം ഒളിവിൽ പോയ ലിജോയ്ക്കായി വരന്തരപ്പള്ളി പോലീസ് അന്വേഷണം ആരംഭിച്ചു. തൃശൂർ ശക്തൻ മാർക്കറ്റിലെ തൊഴിലാളിയാണ് കുത്തേറ്റ ജസ്റ്റിൻ. LDF എടത്തിരുത്തി ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തെരഞ്ഞെടുപ്പ് റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു. എടത്തിരുത്തി ബസാറിൽ നിന്നും ആരംഭിച്ച റാലി പുളിഞ്ചോട് സെന്ററിൽ സമാപിച്ചു.
സാരഥി സഖാവ് പ്രൊഫസർ ശ്രീരവീന്ദ്രനാഥിനെ അരിവാൾ ചുറ്റിക നക്ഷത്രമടയാളത്തിൽ നിങ്ങളുടെ മനസാക്ഷിയുടെ അംഗീകാരം കോട്ടായി നോക്കിക്കൊണ്ട് വൻഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമേ എന്ന് ഇടത്തിരിച്ച് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ഡിവൈഎഫ്ഐ LDF ലോക്കൽ കമ്മിറ്റി സംഘടിപ്പിച്ച തിരഞ്ഞെടുപ്പ് റാലിയാണ് വാക്കുമേളകളുടെയും നിർവാഹനത്തിന്റെ പിന്നാലെ നടന്നുകൊണ്ടിരിക്കുന്നത്. തുടർന്ന് നടന്ന പൊതുസമ്മേളനം സംവിധായകൻ PT കുഞ്ഞുമുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. മുഖ്യമന്ത്രിമാർ എല്ലാം ജയിലിലാണ് എന്ന കാര്യം കൂടി നമ്മൾ അറിയേണ്ടതുണ്ട്. അത്തരത്തിലുള്ള ഒരു ഫാസിസ്റ്റ് ഭരണകൂടം ഇന്ത്യയിൽ ഭരിക്കുന്ന സന്ദർഭത്തിലാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്നുള്ളതാണ്. വളരെ അപകടകരമായ രീതിയിൽ വലിയ തോതിലുള്ള പണം ഒഴുക്കിക്കൊണ്ടുള്ള തെരഞ്ഞെടുപ്പാണ് BJP ഇവിടെ പ്ലാൻ ചെയ്തത്. പക്ഷേ അതിനെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള ഇന്ത്യയുടെ ആത്മാവ് ഉണർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയോ എന്ന് സംശയം തോന്നുന്ന നിരവധി വാർത്തകളാണ് ഉത്തരേന്ത്യയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. മോഡിക്ക് ഭൂരിപക്ഷം പോലും കിട്ടുകയില്ല എന്നുള്ള വാർത്തകളാണ് അവരുടെ തന്നെ അവർ പൈസ കൊടുത്ത് അഡാനി വാങ്ങിയ NDTV പോലുള്ള വാർത്തകൾ പോലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇന്നലെ വന്ന മോഡിയുടെ മുഖത്ത് മ്ലാനത തളം കെട്ടി നിൽക്കാൻ കാരണം. എന്തുകൊണ്ടാണ് കേരളത്തിലേക്ക് വരുന്നത്? ഒരു സീറ്റും ഒരു കിട്ടില്ല എന്നറിയാം. ഒരു സീറ്റും കിട്ടില്ല. ഒരു സീറ്റിലും, അതായത് കേരളത്തിലെ 15 നിയോജകമണ്ഡലിൽ 15% കുറവ് വോട്ട് കിട്ടുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് BJP. അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി അത്രയൊന്നും വലിയ പ്രതീക്ഷ വെച്ച് പുലർത്താത്ത ഈ സ്ഥലത്ത് എന്തിനാണ് മോഡി ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ അത് ഒരാശ്വാസത്തിന് വരികയാണ്, അല്ലാതെ വേറൊരു കാര്യമില്ല. ഒരു ചെറിയ ആശ്വാസങ്ങൾ വരുമ്പോഴൊക്കെ കാണുകയും, പ്രത്യേകിച്ച് ഈ സ്റ്റേറ്റ് ഇന്ത്യയിൽ നിന്ന് ഭിന്നമായ ഒരു സ്റ്റേറ്റാണ്. എല്ലാ അർത്ഥത്തിലും ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വളരെ ഭിന്നമായ ഒരു സംസ്ഥാനമാണ് കേരളം. അത് എല്ലാ അർത്ഥത്തിലും ലോകത്തിലെ ഏത് രാഷ്ട്രത്തിലെ ജനങ്ങളോടും കിടപിടിക്കാൻ പറ്റുന്ന ഒരു ജനസമൂഹമായി വളർന്നു കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ 50 വർഷമായിട്ട്. ആ മാറ്റം ഞാൻ നിങ്ങളോട് വളരെ നിസ്സാരമായുള്ള ചില ചോദ്യങ്ങളിലൂടെ പറയാം. മൊബൈൽ ഇല്ലാത്തവർ കൈവക്കുക എന്ന് ഞാൻ പറഞ്ഞാൽ എത്ര ആളുകൾ? ടെലിവിഷൻ ഇല്ലാത്ത ആളുകൾ, ടോയ്ലറ്റ് ഇല്ലാത്ത ആളുകൾ, കട്ടിലില്ലാത്ത ആളുകൾ, 2 ബെഡ്റൂമെങ്കിലും ഇല്ലാത്ത ആളുകൾ എത്ര പേരുണ്ടാവും? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമ്മൾ ചോദിച്ചാൽ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഇല്ല 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 എന്ന ഉത്തരം പറയുന്ന ആളുകളായിരിക്കും. എല്ലാവരുടെ കയ്യിലും വാസ്തവത്തിലുള്ള സൗകര്യങ്ങളുണ്ട്. തൊഴിലാളി വർഗമടക്കം, അധ്വാനിക്കുന്നവരടക്കം ജീവിതത്തിന്റെ പ്രാഥമികമായിട്ടുള്ള ഒരുപാട് ഫെസിലിറ്റീസ് അല്ലെങ്കിൽ ഒരുപാട്. PK ഷാജു അധ്യക്ഷനായി. നേതാക്കളായ PM അഹമ്മദ്, TP രഘുനാഥ്, മുഹമ്മദ് ചാമക്കാല, VK ജ്യോതിപ്രകാശ്, AV സതീഷ്, TN തിലകൻ, മഞ്ജുള അരുണൻ എന്നിവർ സംസാരിച്ചു. ചേർപ്പ് കിഴക്കൂട്ട് തറവാട് ക്ഷേത്രത്തിൽ കളംപാട്ട് മഹോത്സവം 17, 18 തീയതികളിൽ ആഘോഷിക്കും. 17 പുലർച്ചെ 4 ഗണപതി ഹോമം, ബ്രഹ്മരക്ഷസിന് പാൽപായസ പൂജ നിവേദ്യം, വൈകിട്ട് 6:30 ദീപാരാധന, കേളി, കലശം, രാത്രി 9 ഗുരുനാഥ സ്വാമിയുടെ കളം, 17 രാവിലെ 11 മുത്തപ്പന്മാരുടെ കളം, വൈകിട്ട് 4:30 കരിങ്കുട്ടി സ്വാമി കളം, വൈകിട്ട് 6:30 ദീപാരാധന, തായമ്പക, രാത്രി 12 വിഷ്ണുവായ സ്വാമി കളം, ഭഗവതിയുടെ കളം ദർശനം, ഗുരുതി എന്നിവയുണ്ടാകും. ചാത്തക്കുടം ക്ഷേത്രത്തിൽ വിശേഷാൽ എണ്ണ അഭിഷേകം ഏപ്രിൽ 20 ശനിയാഴ്ച നടക്കും. ചാത്തക്കുടം ശ്രീ ധർമ്മശാസ്താവിന് എല്ലാ മലയാള മാസവും 30 ശനിയാഴ്ചകളിൽ എണ്ണ അഭിഷേകവും നടന്നുവരുന്നു. രാവിലെ 5:30 നിർമ്മാല്യത്തിന് ശേഷം അഭിഷേകം നടക്കും. തുടർന്ന് അഭിഷേകം ചെയ്ത എണ്ണ ഭക്തർക്ക് നൽകും. എണ്ണാഭിഷേകം വഴിപാടായി നടത്തുവാൻ ആഗ്രഹിക്കുന്നവർ ഈ നമ്പറുകളിൽ ബന്ധപ്പെടുക. 7510335302, 94
95005302. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 6795 രൂപ, പവന് 54,360 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. വെങ്ങണശ്ശേരി അഡാപ്റ്റ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ വേനൽക്കാല ക്യാമ്പ് ചങ്ങാത്തകളരി ആരംഭിച്ചു. തൃശൂർ പൂരത്തിന്റെ വർണ്ണാഭ വിളിച്ചോതുന്ന ചമയ പ്രദർശനത്തിന് തുടക്കമായി. തിരുവമ്പാടി വിഭാഗത്തിന്റെ പ്രദർശനം മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. പാർട്ടി ചിഹ്നം നിലനിർത്താനായി മത്സരിക്കുന്ന CPM-ന് പാർലമെന്റ് തിരഞ്ഞെടുപ്പോടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചിഹ്നം നഷ്ടപ്പെടുമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കോട്ടത്തിൽ. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.